പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങളുടെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിനുള്ള വായന അധ്യായം 19 വാക്യങ്ങൾ 1 മുതൽ. കർത്താവേ, ഞാൻ പരിശുദ്ധനാണ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്.
കർത്താവേ ആശീർവദിക്കണമേ. ഞാൻ പഠിപ്പിച്ച സത്യങ്ങൾ എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തിറങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ ദുഷ്ടരും കപടനാട്ടിക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിലനിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ സ്വർഗരാജ്യം വിളക്കമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാകിയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറയും, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ അത് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവേദിച്ചു, സത്യമായി നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ സഘോഷം സമുചിതമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. പ്രത്യേകിച്ച് അന്തോനീസിൻ്റെ നാമം സ്വീകരിച്ചിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ആന്റണി എന്നും അന്തോണിയെന്നും അന്തോനീസ് എന്നും ആൻഡോ എന്നും ആൻഡപ്പൻ എന്നും ഒക്കെ പേരുകൾ വ്യക്തമായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ കപ്പേളയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം പല പ്രാവശ്യവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമാണ്. കുമ്പസാരിച്ച തുടങ്ങിയവർ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കാര്യം ഓർപ്പിക്കുന്നു. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നാൽ മതിയായിരിക്കും. 3 വൈദികരുണ്ട് വിശുദ്ധ കുർബാനയുമായിട്ട് അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കാം.